ഗുരു ഓം നടരാജഗുരുവിൻ്റെ ആത്മകഥാകഥനമായ ഓട്ടോബയോഗ്രഫി ഓഫ് എൻ എബ്സല്യൂട്ടിസ്റ്റ് എന്ന ഗ്രന്ഥത്തിൻ്റെ മലയാളം പരിഭാഷ. അധ്യായം 10 അദ്വൈതാശ്രമത്തിൽ, ഭാഗം 2. ദുഃഖജനകമാകാവുന്ന നിസ്സാര കാര്യങ്ങൾ എന്ന ഉപാധ്യായം. കുട്ടിക്കാലം മുതൽ ഞാൻ ശീലിച്ചു പോയ രീതിയിൽ കാലത്തും വൈകുന്നേരത്തുമുള്ള കാപ്പിയോ ചായയോ കുടിക്കുന്നത് നടക്കാതെയായി. വിദ്യാർത്ഥി ജീവിതകാലത്തെ വിനോദമായിരുന്ന പത്രവായനയും അതിനെ തുടർന്നുള്ള രാഷ്ട്രീയ കാര്യങ്ങളെക്കുറിച്ചുള്ള സംവാദവും മുടങ്ങി. ഇഷ്ടപ്പെട്ട കുട്ടികളുടെ പ്രശ്നമേ ഇല്ല. ഇക്കുറവ് നികത്താൻ ഞാനൊരു മലക്കറിത്തോട്ടം ഉണ്ടാക്കി നോക്കി. ബാംഗ്ലൂരിൽ നിന്നും തക്കാളി വിത്ത് എഴുതി വരുത്തി ജനാലയ്ക്കടുത്തുള്ള ഒരു പെട്ടിയിൽ കിളിർപ്പിച്ചു. ഇക്കാര്യങ്ങളൊക്കെ നേരെ ചൊവ്വേ നടത്തണമെങ്കിൽ സാവകാശമുള്ള ഒരു അന്തരീക്ഷമുണ്ടായിരിക്കണം. അതവിടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അക്കാര്യത്തിലും വലിയ വിജയമൊന്നും ഉണ്ടായില്ല. ചുരുക്കത്തിൽ ജീവിതം പരാജയ നിബിഡമായി തീരാൻ പോവുകയാണെന്ന് തോന്നിത്തുടങ്ങി. മാതാപിതാക്കളിൽ നിന്നോ ആശ്രമത്തിൽ നിന്നോ പോക്കറ്റ് മണിയായി ഒന്നും കിട്ടാറില്ലാതിരുന്നതുകൊണ്ട് ദിവസം കഴിയുന്തോറും ഞാൻ അവിടെ ഒരു അധികപ്പറ്റായി തീർന്നുകൊണ്ടിരിക്കുന്നതായി തോന്നി. തുണി കഴുകാനുള്ള ഒരു കഷണം സോപ്പിന് പോലും മറ്റൊരാളുടെ ഔദാര്യത്തെ ആശ്രയിക്കേണ്ടി വരുന്നു. റെയിൽ പാളത്തിനടുത്ത് പോയിരുന്ന് 3-4 മണിക്കൂറിലൊരിക്കൽ കടന്നു പോകുന്ന തീവണ്ടികളും നോക്കി നീണ്ട മണിക്കൂറുകൾ ഞാൻ താണ്ടും. അല്ലെങ്കിൽ പുഴവക്കത്തുള്ള ആശ്രമത്തിൽ തന്നെ ഇരുന്ന് ചന്ത ദിവസങ്ങളിൽ പട്ടണ മധ്യത്തിലുള്ള കമ്പോളത്തിലേക്ക് മലക്കറി ചരക്കുകളും കയറ്റിപ്പോകുന്ന വഞ്ചികളും വള്ളങ്ങളും പതുക്കെ പതുക്കെ തുഴഞ്ഞു നീങ്ങുന്നത് നോക്കിയിരിക്കും. 26-27 വയസ്സായ എൻ്റെ ഊർജ്ജസ്വലതയും വളരെ കാലമായി വളർത്തിയെടുത്ത അഭിരുചികളെയും സംതൃപ്തമാക്കാൻ പോരുന്നതിൽ നിന്ന് എത്രയോ താണ നിലവാരത്തിലുള്ളതായിരുന്നു ഇതെല്ലാം. ധ്യാനിക്കാൻ ഞാൻ പരിശീലിച്ചു നോക്കിയെന്ന് സമ്മതിക്കണം. എന്നാൽ വിജയം വലുതായൊന്നും ഉണ്ടായില്ല. കണ്ണുമടച്ച് ഏകാഗ്രമായി ഭ്രൂമധ്യത്തിൽ ധ്യാനിച്ചുകൊണ്ട് അധിക സമയം ഇരുന്നാൽ ഒരു പ്രകാശം കാണുമെന്നാരോ എന്നോട് പറഞ്ഞു. സ്കൂൾ കെട്ടിടത്തിൻ്റെ വരാന്തയുടെ അറ്റത്തുള്ള പ്ലാറ്റ്ഫോറത്തിൽ പോയിരുന്ന് സന്ധ്യാസമയത്ത് ധ്യാനിച്ചു നോക്കും. എത്രയായിട്ടും കാര്യമായ ഫലമൊന്നും കണ്ടില്ല. പക്ഷേ അതൊരു പാഴ് യത്നമായിരുന്നെന്ന് പറഞ്ഞുകൂടാ. ആ വഴിക്ക് എൻ്റെ മനസ്സിനെ കുറേയൊക്കെ ദാർഢ്യമുള്ളതാക്കാൻ കഴിഞ്ഞു. നീണ്ടു നിൽക്കുന്ന ധ്യാനത്തിൽ എന്തോ സുഖം അനുഭവപ്പെടാറുണ്ടായിരുന്നെന്നുള്ളതിലും അതെന്നെ കൂടുതൽ ആകർഷിച്ചിരുന്നു എന്നുള്ളതിലും അധികമായി പ്രകടമായ ഫലമൊന്നും ധ്യാനം കൊണ്ടുണ്ടായില്ല. ഇതൊക്കെയാണ് ആശ്രമത്തിൽ അന്തേവാസിയായി ചേർന്നപ്പോഴുണ്ടായ ആദ്യകാല അനുഭവങ്ങളെപ്പറ്റിയുള്ള വിരസമായ ഓർമ്മകൾ. ഇതിനെല്ലാം പുറമെ ഞാൻ അവിടെ ഒരു അധികപ്പറ്റാണെന്ന് മറ്റുള്ളവർ കരുതുന്നതായി തോന്നി. ആശ്രമത്തിലെ മുതിർന്ന മറ്റന്തേവാസികൾക്ക് നിശ്ചിതമായ സ്ഥാനങ്ങൾ കൽപ്പിച്ചിട്ടുണ്ട്, കർത്തവ്യങ്ങളുമുണ്ട്. അതിനിടയിൽ പുതിയൊരാൾ വന്ന് കയറാൻ പാടില്ലെന്ന് അവർ കരുതുന്നുണ്ടാവാം. സംസ്കൃത വിദ്യാർത്ഥികൾക്ക് ഇംഗ്ലീഷ് പാഠങ്ങൾ ശമ്പളം കൂടാതെ പഠിപ്പിക്കാമെന്ന് ഞാൻ ഏറ്റെങ്കിലും ആ ജോലി ശമ്പളം പറ്റുന്നൊരു ജൂനിയർ അധ്യാപകന് നൽകുകയാണ് ഉണ്ടായത്. എൻ്റെ സേവന വാഗ്ദാനം ചെവിക്കൊണ്ടതേയില്ല. ഗുരുവും എന്നെ ശുപാർശ ചെയ്യുന്നതിൽ മുൻകൈയെടുത്തില്ല. ഗുരു ഒന്നിലും നിർബന്ധം ചെലുത്താറില്ല. ഗുരുവിൻ്റെ നിഷ്പക്ഷതയ്ക്കും സ്വന്തം സ്ഥാനമാനങ്ങൾ കൈവിട്ടു പോകാതെ മുറുകെ പിടിക്കുന്നതിനിടയിൽ കടന്നു ചെന്നിരിക്കുന്ന മറ്റൊരവകാശവാദി എന്ന നിലയിൽ ഈർഷ്യയോടുകൂടി മാത്രമെന്നെ നോക്കിയിരുന്ന മറ്റന്തേവാസികളുടെ ഉദാസീനതയ്ക്കും ഇടയിൽപ്പെട്ട എനിക്ക് സ്വന്തം കാര്യം സ്വയം നിർണയിക്കണമെന്നു വന്നു. ഇത്തരം അവഗണനയുടെ തനിനിറം അധികകാലം കഴിഞ്ഞ് എൻ്റെ ഹൃദയത്തിൽ ഉദയം ചെയ്തുള്ളൂ. മാത്സര്യത്തെപ്പറ്റി ഞാൻ അജ്ഞനായിരുന്നില്ലെങ്കിലും ഇത്തരം സ്ഥാപനങ്ങൾക്കകത്തുള്ള സ്പർദ്ധയെപ്പറ്റി എനിക്കേതും വിവരമുണ്ടായിരുന്നില്ല.
ലോകത്തെവിടെയായാലും ഇത്തരം സ്ഥാപനങ്ങളിൽ ഉത്തരവാദിത്വം വഹിക്കുന്നവർ എപ്പോഴും മുൻകരുതലോടുകൂടി ഇരിക്കേണ്ട ഒരു വസ്തുതയാണിത്. ഇതാ മറ്റൊരു വിഡ്ഢി ആദർശവാദി വന്നിരിക്കുന്നു. ഇതാണ് മറ്റുള്ളവർ എന്നെപ്പറ്റി കരുതിയതെന്ന് ഞാൻ ഏകദേശം ഊഹിച്ചു. ചിലരൊക്കെ ഇക്കാര്യം വളച്ചുകെട്ടി പറയുന്നുമുണ്ടായിരുന്നു. മറ്റു ചിലർ മര്യാദ കാണിക്കാൻ വേണ്ടി ഇക്കാര്യം പറയാതെ ഉള്ളിൽ മറച്ചു വെക്കുന്നതിൽ സമർത്ഥരായിരുന്നു. കിംവദന്തികൾ, ഉപദേശങ്ങൾ, താക്കീതുകൾ എന്ന ഉപാധ്യായം. ആശ്രമത്തിൽ ചേർന്നതിന് ശേഷമുള്ള പുരോഗതി സുഖകരമായിരുന്നെന്ന് പറഞ്ഞുകൂടാ. അമ്മാവന്മാരും അമ്മാവിമാർക്കും അവരുടെ ഇഷ്ടം നടക്കണം. വന്നവനും പോയവനുമൊക്കെ അഭിപ്രായമുണ്ട്. ഒരു കുറ്റവാളിയുടെ ധിക്കാരം ആരും ഗൗനിക്കുകയില്ല. എന്നാൽ ഒരുവൻ നേരായ മാർഗത്തിൽ നടക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് 2-3 പേരെ കൂട്ടുപിടിച്ചാൽ ഉടനെ വരികയായി ജനാഭിപ്രായം എന്ന കൂറ്റൻ പ്രസ്ഥാനം. ഒരുവൻ്റെ സ്വകാര്യ ജീവിതം മത്സരബുദ്ധികളായ അന്യകാര്യ തത്പരരുടെ കാര്യമായി മാറുന്നു. കിംവദന്തികൾക്ക് അതിൻ്റേതായ നിഗൂഢ പ്രവർത്തന സരണികളുണ്ട്. അതിൻ്റെ മുഴങ്ങുന്ന ശംഖുലിയിൽ ധീരോദാത്തരായ പല ഭൗമി കാമുകന്മാരും അടിപ്പെട്ട് സമനില തെറ്റാറുണ്ട്. ഈ പ്രത്യേക സന്ദർഭത്തിൽ ഏതെങ്കിലും ഭൗമിയോടുള്ള രഹസ്യമായ പ്രേമത്തിൻ്റെ പ്രശ്നമില്ലായിരുന്നെങ്കിലും പല സരള ഹൃദയർക്കും ചിത്തഭ്രമമോ അതിനോടടുത്ത അവസ്ഥയോ ഉണ്ടാക്കി വഴിതെറ്റിക്കാൻ കഴിവുള്ള നുണ പറച്ചിൽ അതിൻ്റെ വഴിയേ തന്നെ വ്യാപരിച്ചു. ആവശ്യപ്പെടാതെ തന്നെ ഉപദേശിക്കാൻ ആളുകൾ വന്നു. ഭാവിയിൽ വരാനിരിക്കുന്നതിനെപ്പറ്റി അറിയാവുന്നവരെന്ന് അവകാശപ്പെടുന്ന ബുദ്ധിമാന്മാർ അപകട സൂചനകൾ ലോഭമില്ലാതെ തന്നു. ഉദ്യോഗത്തിൽ പ്രവേശിക്കുന്നതിനുള്ള നല്ല സന്ദർഭം പാഴാക്കുന്നത് മടയത്തരമാണ്. ഇന്ത്യയിലെ അക്കാലത്തെ ചെറുപ്പക്കാരാരും അത് പാഴാക്കിയിരുന്നുമില്ല. ഇങ്ങനെ അവിവാഹിതനായി ജീവിച്ചാൽ മരണകാലത്ത് ആരാണൊന്ന് ശുശ്രൂഷിക്കാനുണ്ടാവുക? ലോകോപകാരം ചെയ്യണമെന്നാണ് ആഗ്രഹമെങ്കിൽ ഉദ്യോഗത്തിൽ നിന്ന് കിട്ടുന്ന ശമ്പളത്തിൽ പകുതി ലോകോപകാരത്തിനും പകുതി സ്വന്തം കാര്യത്തിനുമായി ചെലവഴിച്ച് ജീവിച്ചാൽ എന്ത്? ഇത് പ്രായോഗികമായൊരു നല്ല തീരുമാനമാണെന്ന് പലർക്കും തോന്നി. അങ്ങനെ എനിക്ക് സന്തോഷമായി ജീവിക്കാനും മനുഷ്യസേവനം അനുഷ്ഠിക്കാനും സൗകര്യമുള്ള രീതിയിൽ എല്ലാ ഏർപ്പാടുകളും ചെയ്യാമെന്ന് ചില ബന്ധുക്കൾ വഴിയെ വന്നേറ്റു. തീവണ്ടിയുടെ എൻജിൻ ഒരു വഴിക്കും വണ്ടികൾ വേറൊരു വഴിക്കും ഓടിക്കാമെന്ന് പറയുന്നത് പോലെയാണ് അവരുടെ നിർദ്ദേശമെന്ന് അവർക്കറിഞ്ഞുകൂടായിരുന്നു. ഈ പദ്ധതികളിലെല്ലാം ഉണ്ടായിരുന്ന ആന്തരികമായ വൈരുദ്ധ്യങ്ങൾ ആരും മനസ്സിലാക്കിയിരുന്നില്ല. ചിലപ്പോൾ വല്ല ബന്ധുവോ അഭ്യുദയകാംക്ഷിയോ തൻ്റെ വാദങ്ങൾ മറിച്ചും തിരിച്ചും നെയ്തെടുക്കുന്നതിൽ ശ്രദ്ധിച്ചുകൊണ്ട് മണിക്കൂറുകൾ എനിക്കിരിക്കേണ്ടി വന്നിട്ടുണ്ട്. സാപേക്ഷമായ ഒരു വീക്ഷണത്തിൽ നിന്ന് മറ്റൊന്നിലേക്കാണ് ഈ വാദങ്ങളെല്ലാം പൊയ്ക്കൊണ്ടിരുന്നത്. ഏട്ടിൽ കണ്ടതുപോലെ ജീവിക്കാൻ നോക്കുകയാണെന്ന് പറഞ്ഞ് ചിലരെന്നെ കുറ്റപ്പെടുത്തി. കപടമായ ഈ ലോകത്ത് ഞാൻ ഉദ്ദേശിക്കുന്ന വഴിക്കൊന്നും ജീവിക്കാനാവില്ലെന്ന് മറ്റു ചിലർ. ഒരൊറ്റ പ്രമേയത്തെപ്പറ്റി ഇത്ര വിഭിന്നങ്ങളായ വാദങ്ങൾ ഉണ്ടായതിൽ എനിക്ക് അത്ഭുതം തോന്നി. പ്രകൃതി തന്നെ അതിനെ എതിർക്കുന്നതായി എനിക്ക് തോന്നിപ്പോയി. എല്ലാ പരീക്ഷണങ്ങളെയും അഭിമുഖീകരിച്ചുകൊണ്ട് ജീവിക്കാൻ തന്നെ ഞാൻ തീരുമാനിച്ചു. ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തെ പറ്റിയുള്ള സങ്കല്പം എന്ന ഉപാധ്യായം. ബുക്കർ ടി വാഷിങ്ടൺ സ്ഥാപിച്ച ടസ്കേജി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മാതൃകയിലുള്ള സാധാരണവും തൊഴിൽപരവുമായൊരു വിദ്യാഭ്യാസ സ്ഥാപനമായിരുന്നു എൻ്റെ ഒരു വലിയ സ്വപ്നം. ഭാരതത്തിൻ്റെ പുനരുജ്ജീവനത്തിനും വിശേഷിച്ച് ഭാരതീയ ജനതയുടെ പുനരുദ്ധാരണത്തിനും അതാണ് ആവശ്യം. ആ സ്ഥാപനത്തെ സംബന്ധിച്ചുള്ള ലഘുലേഖകൾ അതിൻ്റെ സ്ഥാപകരിൽ നിന്ന് വരുത്തി അത്തരമൊരു സ്ഥാപനത്തിൻ്റെ സാധ്യതയെക്കുറിച്ച് വളരെ കാലം ഞാൻ ചിന്തിച്ചു കൊണ്ടിരുന്നു. അദ്വൈതാശ്രമത്തിൽ പ്രവേശിച്ചപ്പോഴും ഇന്ത്യയുടെ പശ്ചാത്തലത്തിന് അനുയോജ്യമായി ഉണ്ടാകേണ്ട വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മാതൃകയെപ്പറ്റി എനിക്കുള്ള അഭിപ്രായം ഇത് തന്നെയായിരുന്നു.
ജീവസന്ധാരണ പ്രധാനമായ വശവും പ്രയോജനമാത്ര പ്രസക്തമല്ലാത്ത ഉന്നതമായ വശവും തമ്മിൽ വിദ്യാഭ്യാസത്തിൽ സമരസപ്പെടത്തക്കവണ്ണം സംവിധാനം ചെയ്യുന്ന ഒന്നായിരിക്കണം അത്. വിദ്യാർത്ഥികൾക്ക് തൊഴിലഭ്യസിക്കാനും അധ്യാത്മ രീതിയിൽ അവരുടെ മേധയെ രൂപീകരിക്കാനും അതിൽ സൗകര്യമുണ്ടായിരിക്കണം. സെക്കൻഡറി വിദ്യാഭ്യാസം കഴിഞ്ഞാൽ അവർക്ക് മാന്യമായി കാലയാപനം ഒറ്റയ്ക്കോ കൂട്ടായോ നിർവഹിക്കാനും പ്രതിഭാസമ്പന്നരായി കഴിയാനും ഒരുപോലെ സാധ്യമാകണം. സ്വഭാവേന ചിലപ്പോഴൊക്കെ കരുതിക്കൂട്ടിയും ഞാനൊരു ആദർശവാദിയും സ്വപ്നജീവിയുമായതിനാൽ ഒരിക്കൽ എൻ്റെ ഉള്ളിൽ രൂപം പ്രാപിച്ച ഏത് പ്രിയപ്പെട്ട ആശയത്തെയും പിന്നെയും പിന്നെയും ഞാൻ താലോലിക്കും. ഒരു സ്ഥാപനം സ്വന്തമായി അങ്ങ് തുടങ്ങുന്നതിന് തന്നെ തീരുമാനിച്ചു. ദി ന്യൂ കോളേജ് എന്നാണ് അതിന് പേര്. അതിൽ ഒരു പണിശാലയും ഒരു പരീക്ഷണശാലയും പുറമെ ഒരു ഗ്രന്ഥശാലയും ഉണ്ടാകും. പണി പൂർത്തിയാകാതെ നിന്ന അദ്വൈതാശ്രമം സംസ്കൃത പാഠശാല കെട്ടിടത്തിൻ്റെ മുകളിലത്തെ നിലയിൽ 10 കുട്ടികൾക്ക് ഇടമുള്ള ഒരു മുറിയുണ്ട്. ഹൈസ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞതോ കഴിയാറായതോ ആയ 3 കുട്ടികളെ വരുത്തി അവിടെ ക്ലാസ് തുടങ്ങി. ട്രെയിനിങ് കഴിഞ്ഞ ഒരധ്യാപകനായ എനിക്ക് അവരെ നോക്കാനുള്ള യോഗ്യതയും കഴിവും ഉണ്ടായിരുന്നല്ലോ. ഇവരിൽ ഒരു കുട്ടി കൊച്ചിയിൽ നിന്നായിരുന്നു, മറ്റൊരാൾ എൻ്റെ അനുജൻ. ഈ അനുജൻ എന്നെ അധ്യാപകനായിട്ട് മാത്രമേ കരുതാവൂ എന്ന് പ്രത്യേകം നിഷ്കർഷിച്ചിരുന്നു. ഇനി ഒരാൾ തിരുവനന്തപുരത്തുകാരനാണ്. അയാളെ അടുത്ത ഇൻ്റർമീഡിയറ്റ് പരീക്ഷയ്ക്ക് ഞാൻ ഷേക്സ്പിയർ പഠിപ്പിച്ചു. ഞങ്ങൾ 4 ആളും കൂടി കുറേ സയൻസ് സാധനങ്ങളും പുസ്തകങ്ങളും സംഭരിച്ചു. ഞങ്ങൾ ഒരുമിച്ച് നടക്കും, സംഭാഷണം ചെയ്യും, ക്ലാസുകൾ നടത്തും. നദിയുടെ 6 മൈൽ മുകളിലോട്ടുള്ള ഭാഗത്ത് നാരായണ ഗുരുവിന് കിട്ടിയിരുന്ന 40 ഏക്കർ ഭൂമിയിലുള്ള നദിയിലേക്ക് ഉന്തി നിൽക്കുന്ന പാറക്കെട്ടിൽ പോയിരിക്കും. അവിടം ഞാൻ ഉദ്ദേശിക്കുന്ന സ്ഥാപനത്തിന് നന്നായി ഇണങ്ങുമെന്ന് തോന്നി. എന്നാൽ എൻ്റെ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടാൻ സാധിക്കാത്ത വിധം ശ്രേഷ്ഠമായിരുന്നു. പ്രതികൂലമായ കാറ്റുകൾ അടിച്ചു. അവിശ്വാസവും ദുരന്ത ദുശ്ശങ്കകളും എത്തിച്ചേർന്നു. സൂര്യതാപത്തിൽ അപ്രത്യക്ഷമാകുന്ന മൂടൽ മഞ്ഞുപോലെ എല്ലാം വിസ്മൃതമായി. അസാധ്യമെന്ന് മുദ്രയുമടിച്ചു. ഇമ്മാതിരിയുള്ള പരാജയങ്ങളുടെ പല ചവിട്ടുപടികളിൽ ഇത് ആദ്യത്തേത് മാത്രമായിരുന്നു. ഇതിനേക്കാൾ തികഞ്ഞ പരാജയങ്ങൾ എൻ്റെ പിൽക്കാല ജീവിതത്തിൽ അവയുടെ സ്മാരകങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി പടുത്തുയർത്തുകയുണ്ടായി. ക്രമേണ വാത്സല്യപൂർവം ഈ പരാജയങ്ങൾ ഞാൻ വിശ്വസിക്കാൻ തുടങ്ങി. അവ മാത്രമാണ് എന്നെ നൈതികമായി ഇന്ന് താങ്ങി നിർത്തുന്ന ഏക അവലംബം. ഞാൻ വിഭാവന ചെയ്ത തരത്തിൽ ഒരിക്കലും ഭൂമിയിൽ വേരുറപ്പിക്കാൻ കഴിയാത്തത്ര ഉദാത്തമായിരുന്നു എൻ്റെ ആശയങ്ങൾ. കോട്ടകൾ ആകാശത്തിൽ ആവിയായി മറഞ്ഞു. ഞാനത് അസ്തവീര്യനായി നോക്കി നിന്നു. എന്നാൽ ഈ പരാജയങ്ങളുടെ എല്ലാം സഞ്ചിത ഫലമായി ദുരവസ്ഥയുടെ മധുര ഫലം എന്ന വണ്ണം ഞാനിതാ ഒരു സർവതന്ത്ര സ്വതന്ത്രനായിരിക്കുന്നു. അന്തസാരശൂന്യമെങ്കിലും മഹത്തായ ഈ പരാജയങ്ങൾ അവയുടെ ശൂന്യത കൊണ്ട് എനിക്ക് പൊലിമ നൽകുന്നു. ഇപ്പോൾ എൻ്റെ വാർദ്ധക്യകാലത്ത് അതെനിക്ക് മനഃശാന്തി നൽകുന്നു. ഈ മനസ്സമാധാനം ഒരുവൻ്റെ ആത്മാവിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ ലാഭവും ചേർന്നതാണല്ലോ. എൻ്റെ ജീവിതം ഒരു പരാജയത്തിൽ നിന്ന് കൂടുതൽ മഹനീയമായ മറ്റൊരു പരാജയത്തിലേക്ക് പൊയ്ക്കൊണ്ടിരുന്നതായി മുദ്രിതമായിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ എല്ലാം ലഭിച്ചവനായി ഭവിച്ചു. 2ാം ഭാഗം പൂർണ്ണമാകുന്നു. ഗുരു ഓം തത്സത്.